പലപ്പോഴും നമ്മൾ കുട്ടികളുടെ പഠനത്തിലുള്ള അവരുടെ ശ്രദ്ധക്കുറവിന് മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗവും അതുപോലെ തന്നെ അവരുടെ ദുർവാശിയൊക്കെയാണ് നമ്മൾ കുറ്റം പറയാറ്. വാസ്തവത്തിൽ അത് മാത്രമല്ല അതിൻ്റെ കാരണം. നിങ്ങൾ അവർ പഠിക്കുന്ന സ്ഥലത്തെ ലൈറ്റിങ്ങൾ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? അവിടെ അവർ പഠിക്കുന്ന മുറിയിൽ ഒരു ആംബിയൻ ലൈറ്റ് ആവശ്യമാണ്. ആ മുറിയിൽ മൊത്തം പരന്നു നിൽക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ്, അതിൻ്റെ ഒരു 3 ഇരട്ടി ലൈറ്റ് വേണം ടാസ്ക് ലൈറ്റിംഗ് ആയിട്ട് അവരുടെ പഠന മേശയിൽ. അപ്പോഴാണ് അവർക്ക് നല്ല ഫോക്കസ് കിട്ടുക. പലപ്പോഴും ഈ ഒരു ഫോക്കസ് ലൈറ്റ് അവർ ടേബിൾ ലാമ്പോ ആയിരിക്കാം അതിൻ്റെ ഒരു ടാസ്ക് ലൈറ്റായിട്ട് വെക്കുന്നത്. ആ ലൈറ്റ് പലപ്പോഴും നിഴലും സൃഷ്ടിക്കുന്ന രീതിയിൽ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഒരു വലത് കൈ കൊണ്ട് എഴുതുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ ടേബിൾ ലാമ്പ് അയാളുടെ ഇടതുവശത്ത് വെക്കണം. അതുപോലെ തിരിച്ച് ഇടത് കൈ കൊണ്ട് എഴുതുന്ന കുട്ടിയാണെങ്കിൽ വലതുവശത്ത് ടേബിൾ ലാമ്പ് വെച്ചാലാണ് നിഴലില്ലാതെ ആ കുട്ടിക്ക് നന്നായി പഠിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളൊരു റെസ്പോൺസിബിൾ പേരൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ധാരാളം കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ ലൈറ്റിങ്ങിൻ്റെ കാര്യത്തിലും നിങ്ങൾ ഒന്ന് ശ്രദ്ധ വെച്ചാൽ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ പഠനത്തിൽ നല്ല വ്യത്യാസം ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങളുടെ ആ മൊബൈലൊന്ന് എടുത്തിട്ട് ആ കുട്ടിയുടെ അവിടുത്തെ ടാസ്ക് ലൈറ്റിങ്ങിലേക്ക് തിരിച്ചു പിടിച്ച് അതിൻ്റെ വീഡിയോ ഓൺ ആക്കിയിട്ട് ഫ്ലിക്കർ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അപ്പോൾ ക്യാമറ ഓൺ ചെയ്യുമ്പോൾ അത് ഫ്ലിക്കറിങ് ഉണ്ടെങ്കിൽ അത് നമുക്കറിയാൻ പറ്റും. അതിനൊരു മിന്നലുണ്ടാവും. കാരണം പല ഫ്ലിക്കർ ഫ്രീ ലൈറ്റ് അല്ല നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളെങ്കിൽ അത് ഫ്ലിക്കർ ചെയ്യും. അത് കുട്ടിക്ക് തലവേദന ഉണ്ടാക്കും, അല്ലെങ്കിൽ പഠനത്തിൽ ശ്രദ്ധക്കുറവിന് കാരണമാകുകയും ചെയ്യും. അപ്പോൾ കുട്ടികൾക്കായിട്ട് നിങ്ങൾ ടാസ്ക് ലൈറ്റിങ് ടേബിൾ ലാമ്പോ വാങ്ങുമ്പോൾ അത് ഫ്ലിക്കർ ഫ്രീ ആണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. നല്ല വെളിച്ചം നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ.